അബ്ദുറഹ്മാൻ സാഹിബിന്റെയും മൊയ്തു മൗലവിയുടെയും ഒക്കെ പാരമ്പര്യം പേറുന്ന ഒരു വലിയ മതേതര സമൂഹത്തിന്റെ കൃത്യമായ അസ്തിത്വമുള്ള മണ്ണാണ് കോൺഗ്രസിന് ഇടവണ്ണ. ആ അസ്തിത്വമുള്ള മണ്ണിൽ പിന്നീട് KM മുസ്തഫയെ പോലുള്ള നേതാക്കന്മാർ കടന്നു വന്നപ്പോൾ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഏറനാട് നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം നിങ്ങൾക്കറിയാം. 1-2 പഞ്ചായത്തിലൊഴികെ മറ്റു പഞ്ചായത്തുകളിലൊക്കെ തന്നെ കോൺഗ്രസിന് കൃത്യമായ അടിവേരും വേരോട്ടവുമുള്ള മണ്ണാണ്. ഈ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യശസ് വർദ്ധിപ്പിക്കാൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ന് വർത്തമാനകാലത്ത് കോൺഗ്രസിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്കൊന്നുകൂടി ആഴത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യ ഉറ്റുനോക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ MP. ഇനി 3 മാസം കഴിഞ്ഞാൽ ഇന്ത്യ ആര് ഭരിക്കണം, ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏറെ വേദനിച്ച, പലപ്പോഴും നമ്മൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ രാമക്ഷേത്രവും ബാബരി മസ്ജിദും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ബോധപൂർവം കൊണ്ടുവരുന്നു സർക്കാർ. നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കഴിഞ്ഞ നാളുകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ രണ്ടായി ഭിന്നിപ്പിക്കാൻ നമ്മുടെ മുന്നിലേക്ക് പൗരത്വ ഭേദഗതി ബില്ലും ഏക സിവിൽ കോഡും ചർച്ചകൾക്ക് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മളെ ഒരുമിപ്പിക്കാനല്ല, നമ്മളെ ഭിന്നിപ്പിക്കാൻ. ആ ഭിന്നിപ്പിന്റെ സ്വരത്തിലൂടെ നമ്മൾ പരസ്പരം കലഹിക്കാൻ, നമ്മുടെ കലഹങ്ങൾ കലാപങ്ങളായി മാറാൻ, ആ കലാപങ്ങളായി മാറുമ്പോൾ അവിടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടാൻ അതിനുവേണ്ടി ബോധപൂർവമായി ശ്രമിക്കുന്ന ഒരു ഭരണകൂടം. നമുക്കറിയാം, നമുക്ക് അമ്പലങ്ങൾ വേണം, നമുക്ക് പള്ളികൾ വേണം, നമുക്ക് ചർച്ചുകൾ വേണം. പക്ഷേ അതുണ്ടാക്കേണ്ടത് വിശ്വാസികളാണ്. വിശ്വാസികൾ അമ്പലങ്ങൾ നിർമ്മിക്കും, വിശ്വാസികൾ അമ്പലങ്ങളിൽ പോകും, വിശ്വാസികൾ പള്ളികൾ നിർമ്മിക്കും, വിശ്വാസികൾ പള്ളിയിൽ പോകും, വിശ്വാസികൾ ചർച്ചുകൾ നിർമ്മിക്കും, വിശ്വാസികൾ ചർച്ചുകളിൽ പോകും. എല്ലാവർക്കും അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് ഇന്ത്യ. ആ ഇന്ത്യയാണ് നമ്മൾ നിർമ്മിച്ചെടുത്തത്. ഏത് ജാതിക്കാരനും, ഏത് കുലത്തിൽ പിറന്നവനും, ഏത് ഗോത്രത്തിൽ ജനിച്ചവനും ഒക്കെ അവർക്കൊക്കെ ജീവിക്കുവാൻ അതിനുള്ള അവകാശം, അവർക്ക് പ്രതികരിക്കാൻ, അവർക്ക് പ്രതിഷേധിക്കാൻ അതിനുള്ള അവകാശമുള്ള മണ്ണാണ് ഈ ഇന്ത്യ. അതുകൊണ്ടാണ് അതുപോലുള്ള ഒരു ഭരണഘടന, മതേതര ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചത്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഈ ഭരണഘടനയെ പോലും മാറ്റിമറിച്ച് ഇതിനെ മതപരമാക്കി മുന്നോട്ട്, മതാത്മകമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്ന ഈ കാലത്താണ് നമ്മുടെ മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പ്രിയ നേതാക്കന്മാരെ മുഴുവൻ ചരിത്രത്തിൽ നിന്ന് പോലും മാറ്റുന്നു. ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് എന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കുട്ടികളോട് ചോദ്യപേപ്പറിലൂടെ ചോദിക്കുന്നു. ആത്മഹത്യ ചെയ്ത ഗാന്ധിയാക്കി മാറ്റുന്നു. ഗാന്ധിയെ വധിച്ച നാഥൂറാം ഗോഡ്സെയുടെ പേരിൽ ഒരു ജില്ലക്ക് പേരിടാൻ പോകുന്ന ഇന്ത്യ ഈ രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിമറിക്കുന്നു. എന്തു പറഞ്ഞാലും നമ്മൾ പോകുന്നത് കോടതിയിലേക്കാണ്. കോടതിയിലെ ജഡ്ജിമാരെയും ജസ്റ്റിസുമാരെയും ഞങ്ങൾ നാഗപ്പൂരിൽ നിന്ന് RSSന്റെ കാര്യാലയത്തിൽ നിന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഭരണകൂടം, ഇലക്ഷൻ കമ്മീഷനെ പോലും ഞങ്ങൾ തീരുമാനിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണകൂടത്തെ എതിർക്കാൻ ഇനി നമുക്ക് ആർക്കും കഴിയില്ല. എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ പാർലമെന്റിൽ നിന്ന് പുറത്താണ്. പാർലമെന്റിലെ പ്രതിപക്ഷ MLA-മാർ എതിർത്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? എതിർത്ത 146 MLA-മാരെയും പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, പുറത്താക്കുന്നു. രാഹുൽ ഗാന്ധിയെ MP സ്ഥാനം കളയാൻ അവർ ശ്രമിച്ചത് നിങ്ങൾ കണ്ടില്ലേ? സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ
ഈ രാജ്യത്ത് ജനകീയ പ്രക്ഷോഭങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ MP 4,32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചരിത്ര വിജയം ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ, ഈ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിനെതിരെ, ഈ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയച്ച നമ്മുടെ പുന്നാര രാഹുൽ ഗാന്ധിയെ പോലും MP അല്ലാതെയാക്കാൻ ബോധപൂർവമായി ശ്രമിക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുക. അവിടെ പ്രതിപക്ഷത്തെ പ്രസംഗിച്ചു ജയിലിലടക്കുകയാണ് എന്ന് ഞാനും നിങ്ങളും അറിയണം. കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് മുൻപുള്ളവരോട് സംസാരിച്ചു കാണും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത്? പിണറായി വിജയൻ നിലമ്പൂരിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ നാട്ടിലെ ആദിവാസി സുഹൃത്തുക്കൾ കാത്തിരുന്നു. അവർക്ക് 4 വർഷം മുൻപ് 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരാ. ആ 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് അവർ ഇന്നും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുകയാണ്. 300 ചില്ലാനം കുടുംബങ്ങൾ ഇന്നും എന്റെ നാട്ടിൽ നിലമ്പൂരിൽ കവളപ്പാറ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട എത്രയോ ആദിവാസികൾ. അവർക്കൊരു കൂര നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല. ഈ മന്ത്രിസഭ ഒന്നാകെ നിലമ്പൂരിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എന്റെ നാട്ടിലെ ആദിവാസികൾ കാത്തിരുന്നത്. പക്ഷേ ഒരു ഹർജി പോലും നേരിട്ട് വാങ്ങിയിട്ടില്ല എന്ന് ഞാനും നിങ്ങളും അറിയുക. മാത്രമല്ല, ഇവരെ കാണാൻ സമയമില്ലാത്ത മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ആരുമായിട്ടാ? പൗരപ്രമുഖരുമായിട്ടാ സംസാരിക്കുന്നത്. ആരാ പൗരപ്രമുഖന്മാർ? ചുരുങ്ങിയത് 100 കോടി രൂപയെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളവരാണ് പൗരപ്രമുഖരുടെ ലിസ്റ്റിൽ. അവരുമായി സംവേദിക്കുന്നു, അവരുമായി പ്രാർത്ഥന കഴിക്കുന്നു. പ്രാർത്ഥന കഴിക്കാൻ മട്ടണം. എന്തിനു വേണ്ടിയായിരുന്നു ഈ നവകേരള സദസ്സ്? ഈ നവകേരള സദസ്സിന്റെ യഥാർത്ഥ മുഖം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാരാണ്. അവരെ അഭിനന്ദിച്ചാൽ മാത്രം പോരാ, അവരെ കൂടെ നിർത്തി, അവരെ ചേർത്ത് നിർത്തി ഇനിയുള്ള കാലത്ത് സമരോത്സുഖമായി ഈ കേരളത്തിന്റെ യുവതയെ നയിക്കാൻ, ഈ ഏറനാടിന്റെ യുവതയെ നയിക്കാൻ, സമരസജ്ജമായ ഒരു യുവതയ്ക്ക് നേതൃത്വം നൽകാൻ, അവർക്കുള്ള കർമ്മശേഷി ഉണ്ടാവാൻ, അവർക്ക് ഊർജമുണ്ടാകാൻ, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, എല്ലാം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. ഞാൻ അതിന്റെ മാസ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ വാങ്ങി വെച്ചിരിക്കുക, എപ്പോഴെങ്കിലും പിണറായിക്ക് സഞ്ചരിക്കാൻ. 1 വർഷം 10 കോടി രൂപ വാടക. പറന്നില്ലെങ്കിൽ, പറന്നാൽ അതിനേക്കാളും കൊടുക്കും. പറക്കാതെ നിർത്തിയിടാൻ 10 കോടി രൂപ. 1 വർഷം 10 കോടി രൂപ വാടക കൊടുക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ കേരളം എങ്ങോട്ട് പോകുന്നു? 1,57,000 രൂപ മാത്രം കടമുണ്ടായിരുന്ന കേരളം ഇന്ന് 4 ലക്ഷം കോടി രൂപ കടമുള്ള കേരളമായി മാറി. KSRTC-ക്കാരന് ശമ്പളമില്ല. എന്തിനേറെ നമ്മൾ സ്കൂളിലെ ഭക്ഷണം വിളമ്പുന്ന ആയമാർക്ക് കൊടുക്കാൻ കാശില്ല പോലും. ആ 5,000 രൂപ 6,000 രൂപയാ. ഹെഡ്മാസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. ഉച്ചഭക്ഷണം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല. 20 രൂപ ഊണ് കൊടുക്കാൻ പറഞ്ഞു. കുറെ അയൽക്കൂട്ടത്തിന്റെ ആളുകളോട് ഇരിക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങളൊക്കെ ഊണ് കൊടുക്കാൻ തയ്യാറായി 20 രൂപക്ക്. എന്റെ നിലമ്പൂരിൽ 4 വനിതാ ഹോട്ടലാ തുടങ്ങിയ 4 എണ്ണം. എന്തായാലും പേര് വനിതാ ഹോട്ടലല്ല, എന്താ പേര്? ന്യായവില ഹോട്ടലാ, ജനകീയ ഹോട്ടൽ തുടങ്ങി. എന്നിട്ടോ ഈ സർക്കാരിന്റെ കയ്യിൽ 10 പൈസ കിട്ടിയില്ല. ഇവരുടെ പണ്ടോ പോയി. അവസാനം സ്ഥലം പണം വെച്ചു, ഇല്ല സ്വർണം മുഴുവൻ വെച്ചു. ഇതുവരെ സർക്കാർ പൈസ കൊടുത്തിട്ടില്ല, കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏത് രംഗത്ത് നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഈ സർക്കാർ ജനങ്ങളെ ചെയ്യുന്നതിന് മുൻപ് കേരളമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്നു, സമരോത്സുകമായി വരുന്നു. അതിനൊക്കെ ഇർഷാദിന് കഴിയണം. അതിന് നിങ്ങളുടെ വലിയ പിന്തുണ, നമ്മുടെ എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടായാൽ മാത്രമേ നമുക്ക് യൂത്ത് കോൺഗ്രസിനെ, എനിക്ക് പറയാനുള്ളത്, എല്ലാ വാർഡുകളിലും യൂണിറ്റ് കമ്മിറ്റികൾ നിങ്ങൾ രൂപീകരിക്കണം. കാരണം എന്നും ഇടവണ്ണ എന്ന് പറയുന്ന ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടവണ്ണ മണ്ഡലത്തിൽ പല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇടവണ്ണ മണ്ഡലത്തിൽ മാത്രം പോരാ, അത് ഏറനാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അത് ഇർഷാദിന് സാധിക്കണം. ഏത് യൂണിറ്റിൽ ചെന്നാലും, ഏത് വാർഡിൽ ചെന്നാലും ഒരു 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും, സജീവമായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
താഴെ തട്ടിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടി നമുക്ക് സജ്ജമായാൽ മാത്രമേ പത്രത്തിൽ വരും, പേര് വരും, അതിന് നമുക്ക് വലിയ പത്രങ്ങൾ വലിയ റിപ്പോർട്ട് നമുക്ക് തരും. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ കൃത്യമായ ഒരു ഭാഗത്ത് പ്രതിഷേധ സ്വരങ്ങൾ നമ്മൾ കടുപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വാർഡുകളിൽ, താഴെ തട്ടിൽ നമ്മുടെ വാർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കി താഴെ തട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാൻ, അവന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനത്തിലും നമ്മൾ സജ്ജമാകണം. നമുക്ക് വളരെ വ്യക്തമായി നമ്മൾ യൂത്ത് കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. ഞാനിപ്പോഴും ഓർക്കുക, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് SYSന്റെ കുറച്ച് ആളുകൾ വന്ന് ചോദിച്ചു. ഞങ്ങളൊരു ദിവസം ഒരു 5 പേര് ഞങ്ങള് നിലമ്പൂർ ആശുപത്രിയിലേക്ക് ഞങ്ങൾ രാവിലെ ഒരു 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ സന്നദ്ധ സേവനത്തിന് വേണ്ടി തയ്യാറായി, ഞങ്ങളുടെ 5 വളണ്ടിയർമാർ വരാൻ തയ്യാറായിരിക്കുക, ഞങ്ങൾ വരട്ടെ. ഞാനൊന്ന് ആലോചിച്ചു, എന്താ ചെയ്യേണ്ടത്, ഇവർ വരുമോ? ഒരു സംശയം. ഞാനൊന്ന് സെക്രട്ടറിയോടൊക്കെ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, വരുവാണെങ്കിൽ വരട്ടെ, സന്നദ്ധ സേവനമല്ലേ, ഒരു പൈസയും കൊടുക്കണ്ട. പക്ഷേ ഇന്ന് ഏകദേശം 9-10 വർഷത്തിലേറെയായി ഇന്നും SYSന്റെ പ്രവർത്തകർ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ദിവസവും 5 വളണ്ടിയർമാർ സന്നദ്ധ സേവനം നടത്താൻ ഇന്ന് വരെ ഒരു ദിവസം പോലും അവർ മുടക്കിയിട്ടില്ല. നമ്മൾ ഓരോ ദിവസവും 5 പേര് പോയി സന്നദ്ധ സേവനം നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിനുള്ള ഒരു മനസ്സ്, അതിനുള്ള മനസ്സ് പാകമാക്കാനുള്ള പരിശീലനം അത് നമുക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനെ നമുക്ക് സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുക മാത്രമല്ല, കാരുണ്യ പ്രവർത്തനങ്ങളിൽ, നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി യൂത്ത് കോൺഗ്രസിനെ മാറ്റിയെടുക്കാൻ, അതിനുവേണ്ടിയുള്ള സന്നദ്ധ സേന രൂപീകരിക്കാൻ, മാതൃകാപരമായ പ്രവർത്തനം തുടങ്ങി വെക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഏറനാട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കോൺഗ്രസിന് ഏറ്റവും വേരോട്ടമുള്ള ഈ അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തമാക്കാൻ, ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കണം. യൂത്ത് കോൺഗ്രസിനെ സമരസജ്ജമാക്കാൻ നമ്മൾ പലരും വളരെ സജീവമാണ്. എവിടെയാണ്? വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ്. ഭൂമിയിലേക്ക് ആരും ഇറങ്ങൂല. പലരും ഭൂമിയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, അതിനുള്ള യൂത്ത് കോൺഗ്രസിന്റെ നല്ല കമ്മിറ്റികൾ താഴെത്തട്ടിൽ ഉണ്ടാക്കി മാതൃകാപരമായ പ്രവർത്തനം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഏറനാട് നിയോജക മണ്ഡലം കമ്മിറ്റി. അതിന് കരുത്തുള്ള പ്രസിഡന്റാണ് ശ്രീ ഇർഷാദ്. അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, എന്തൊക്കെയായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വിളിച്ചാൽ ഓടി വരാൻ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നിങ്ങളൊക്കെ എന്നും നമുക്ക് കാണിച്ചു തന്ന മാതൃക, ഉമ്മൻചാണ്ടിയുടെ മാതൃക നമ്മുടെ മുന്നിലുണ്ട്, ആര്യാടൻ മുഹമ്മദിന്റെ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. ആ മാതൃകയിലൂടെ, ആ പാന്താവിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ മാത്രമേ കോൺഗ്രസിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയൂ. നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ വീര്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയൂ. നിലപാടിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഒരു സംശയം വേണ്ട, പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ചീത്ത കണ്ടാൽ അത് ചീത്തയാണ് എന്ന് അത് തിരുത്തിക്കണമെന്നും ഉറക്കെ പറയാനുള്ള ആർജവവും കൂടി നേടേണ്ടത് യൂത്ത് കോൺഗ്രസുകാരാണ്. യൂത്ത് കോൺഗ്രസുകാർ കഴിഞ്ഞ കാലത്ത് അത് ചെയ്തിട്ടുണ്ട്. ആന്റണി നമുക്ക് കാണിച്ചു തന്നതാണ്. ഉമ്മൻചാണ്ടിയും വയലാറവിയും VM സുധീരനും നമുക്ക് കാണിച്ചു തന്ന വഴികൾ അതാണ്. ആ വഴികളിലൂടെ തന്നെ മാതൃപ്രസ്ഥാനത്തിന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കൂടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയും ഭാരവാഹികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. UDSFന്റെ KSUവിന്റെ ഭാരവാഹികളാണ്. അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഓരോരുത്തരും അവരെ അഭിനന്ദിച്ചേ മതിയാകൂ. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് KSUവിന്റെ നിയോജക പ്രസിഡന്റ് ഫയാസ് ഉൾപ്പെടെ, അതുപോലെ തന്നെ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നൗഷർ കല്ലട ഉൾപ്പെടെയുള്ളവരെ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ലെന ബർജ ഉൾപ്പെടെയുള്ള ആളുകളെ ആത്മാർത്ഥമായി വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അവിടെ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഈ വിദ്യാർത്ഥികളെ നിങ്ങൾ എല്ലാവരും അഭിനന്ദിക്കണം. ഇവരെ ഓരോരുത്തരെ വിളിക്കുകയാണ്. അരീക്കോടിൽ പ്രിയമുള്ളവരെ, ഏറനാടിനകത്തെ ITA ഉൾപ്പെടെ, അതുപോലെ തന്നെ ഏറനാട് അകത്ത് നിന്നും മഞ്ചേരി പോളിയിൽ നിന്ന് വിജയിച്ച വിദ്യാർത്ഥികളുമുണ്ട്. ഓരോരുത്തരെ വിളിക്കുകയാണ്.
അത് വിളിക്കാൻ വേണ്ടി സനുപിന് ക്ഷണിക്കും. ITI അരീക്കോട് നിന്ന് കൗൺസിലായി തിരഞ്ഞെടുത്ത അഖിലേഷ് എം. ഒന്ന് പെട്ടെന്ന് വരണം. അഖിലേഷ് എം. അതുപോലെ തന്നെ സെക്രട്ടറി ITI അരീക്കോട് നിന്ന് സെക്രട്ടറി തരുന്ന മുഹമ്മദ് അഷ്ഫാഖ് PC. നിഹാൽ അബ്ദുള്ള. നിഹാൽ അബ്ദുള്ള. എത്രയും പെട്ടെന്ന് ഓരോരുത്തർ വരണം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മഞ്ചേരി മാഗസിൻ എഡിറ്ററായി വിജയിച്ച ഷാഹിദ്. ITI അരീക്കോട് നിന്ന് ജനറൽ സെക്രട്ടറി വിജയിച്ച മഅറൂഫ നസ്രി. ഗവൺമെന്റ് പോളിടെക്നിക് മഞ്ചേരിയിൽ നിന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി വിജയിച്ച ഹിമ കെ. ITI അരീക്കോടിന്റെ ചെയർമാനായി തിരഞ്ഞെടുത്ത അഫ്ലൽ സമാൻ VP. ചെയർമാനാണ് അഫ്ലൽ സമാൻ. അംബേദ്കർ കോളേജിൽ മാഗസിൻ എഡിറ്ററായി ഫിദ MT. മാഗസിൻ എഡിറ്റർ അരീക്കോട് ITI നിന്നും സഫ്വാൻ കെ. NSS കോളേജ് മഞ്ചേരി കെമിസ്ട്രി റപ്പായി വിജയിച്ച മുഹമ്മദ് സനൽ പി കെ. HM കോളേജ് മഞ്ചേരിയിൽ നിന്ന് ജനറൽ ക്യാപ്റ്റനായി വിജയിച്ച ഫർഹാൻ അറയിലകത്ത്. ഗവൺമെന്റ് ആർട്സ് സയൻസ് കോളേജ് കുന്നമംഗലത്ത് നിന്ന് വൈസ് ചെയർമാനായി വിജയിച്ച റിൻഷിദ. പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ആര്യാൻ ഷൗക്കത്ത്, അതുപോലെ ഇന്ന് പുതുതായി ചാർജ് എടുത്ത പ്രിയപ്പെട്ട ഇർഷാദ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ അതിഥികളെ, വളരെ സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഏറനാട് അസംബ്ലി കമ്മിറ്റിക്ക് കൂടുതൽ ഊർജമായി 3 ഉപാധ്യക്ഷന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ അവരുടെ പിന്തുണയും ഷിമിലിന് വലിയ രീതിയിൽ ലഭിച്ചിരുന്നു. ഇർഷാദിന് ഇക്കുറി വൈസ് പ്രസിഡന്റുമാരും കുറവാണ്. എങ്കിൽ കൂടി ഇർഷാദ് മികച്ച രീതിയിൽ വരുന്ന 3 വർഷം മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു പരിപാടി സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം ആൾ ഉറങ്ങില്ല, ആൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അത്രയും നല്ല മികച്ചൊരു നിയോജകമണ്ഡലം പ്രസിഡന്റിനെയാണ് ഏറനാടിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.
സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വേദിയിലെ നേതാക്കളെ, സഹപ്രവർത്തകർ, ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് അവരൊക്കെ രാഹുൽ ഗാന്ധിയുടെ ആളുകളായതുകൊണ്ടാണ് അവർക്കൊക്കെ ലേശം ഗൗരവം, അവരൊക്കെ നിങ്ങളെക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനുള്ള പോരാട്ടത്തിന് നാന്ദി കുറിക്കുന്ന ഭൂമികയായി ഈ മണ്ണ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഹൃദയാഭിവാദ്യങ്ങളും തന്നെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നാളുകളിൽ സമര പോരാട്ടങ്ങൾക്കും ജനാധിപത്യ സമരങ്ങൾക്കും സാധാരണക്കാരനും പാവപ്പെട്ടവനും എന്നും താങ്ങും തണലുമായി നിൽക്കുവാൻ വേണ്ടി ഈ ഏറനാട് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈറ്റിലവും പോറ്റിലവുമായ ഈ മണ്ണിൽ നിന്ന് ഈ സഹപ്രവർത്തകർക്ക് സാധിക്കട്ടെ. പുതിയ ഭാരവാഹികൾക്കും സഹപ്രവർത്തകർക്കും സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. വേദിയിലിരിക്കുന്ന മറ്റു നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ദീർഘനാളത്തെ തൻ്റെ കൃത്യവും വ്യക്തവുമായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് ശേഷം രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇർഷാദിൻ്റെ സഹപ്രവർത്തകരുമാണ് ഇന്ന് ഈ ഒരു വേദിയിൽ ചാർജ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ഇർഷാദിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ ഹാളിനകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തുടർന്നുള്ള ഇർഷാദിൻ്റെയും ഞങ്ങളുടെയും എല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യൊപ്പും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ഈ ഹാളിൽ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഏറനാട് മണ്ഡലത്തിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ക്ഷീണിതരാണെന്നറിയാം. കാരണം മണിക്കൂറുകളായി നിങ്ങളിവിടെ ഈ ചൂടും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെ പ്രിയപ്പെട്ടവൻ ഏറനാടിൻ്റെ മണ്ണിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ചാർജ് എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവൻ്റെ ചാർജ് ഏറ്റവും ചടങ്ങും അതുപോലെ തന്നെ മറ്റൊരു പ്രിയപ്പെട്ടവൻ ചാർജ് ചടങ്ങുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലം ഇന്ത്യ രാജ്യം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും കാർന്നത്തിൽ നിന്ന കോട്ടിട്ട മോദിയും മുണ്ടെടുത്ത മോദിയും ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഇല്ലാതാക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് തിരിച്ചു പിടിക്കേണ്ട കാലം അനിവാര്യമാണ് എന്നാണ് നമുക്ക് ഓരോരുത്തരും മനസ്സിൽ തട്ടി പറയാനുള്ളത്. ബോധ്യം നിങ്ങൾക്ക് വേണം. പണ്ട് യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ യൂത്ത് കോൺഗ്രസ് അറിയപ്പെടുന്നത് തിരുത്തൽ ശക്തിയായിട്ടാണ്. പാർട്ടി നേതൃത്വത്തിൽ വരുന്ന അപാകതകൾ തിരുത്തിക്കൊണ്ട് ജനകീയ മുഖം തൻ്റെ മാതൃപ്രസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കൃത്യമായ ബാധ്യത നിർവഹിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഏറനാട് നിയോജന മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിന് സാധിക്കട്ടെ, ഇർഷാദിന് സാധിക്കട്ടെ, അവൻ്റെ സഹഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ സമയത്ത് ഞാനൊന്നും പറയുന്നില്ല. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അതിൻ്റെ എല്ലാവിധ ശക്തിയും എടുത്തുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഈ മുണ്ടെടുത്ത മോദിക്കെതിരെ, പിണറായി വിജയനെതിരെയുള്ള ജനാധിപത്യ ദംശനത്തിനെതിരെ അതിശക്തമായ പോരാട്ടമാണ് സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. ഏറനാട് നിയോജക മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന എല്ലാവിധ സമര പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു എല്ലാ നല്ലതായ കാര്യങ്ങൾക്കും കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഉണ്ടാവുമെന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളൂ. ഏറനാടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഏറനാടിൻ്റെ ചരിത്രം, ഇടവണ്ണയുടെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസ് സാധാരണ പ്രവർത്തകൻ്റെ ഏത് ന്യായമായ കാര്യത്തിൻ്റെ കൂടെയും ഒപ്പം നിന്നുകൊണ്ട് ജീവിത അവസാനം വരെ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി പടയൊരുക്കം നടത്തിയ നേതാക്കളുടെ നിരയാണ് ഏറനാട്ടിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. ഞങ്ങളുടെ എല്ലാം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ KM മുസ്തഫ നമുക്കറിയാം. അദ്ദേഹം തൻ്റെ സർവസ്വവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നോട്ടുള്ള പ്രയാണത്തിൽ, പ്രയാണത്തിന് അതിശക്തമായ നേതൃത്വം നൽകി അവസാനം വരെ
ഈ പ്രസ്ഥാനത്തിനെ പോറ്റി വളർത്തിയ നേതാവാണ് KM മുസ്തഫക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഊർങ്ങാടി മണ്ഡലത്തിൽ സർവസ്വവും തൻ്റെ അവസാനം വരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പടപൊരുതിയ കോയസം സാഹിബിനെ പോലെയുള്ള മഹാരഥന്മാർ, KM മുസ്തഫയെ പോലെയുള്ള മഹാരഥന്മാർ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഏറനാട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഏറനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം എന്നും യൂത്ത് കോൺഗ്രസിന് കൂടെ ഉണ്ടാകും. നല്ല പ്രവർത്തനം നടത്താൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കട്ടെ എന്ന് മാത്രം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ വിജയങ്ങളും അർപ്പിച്ചു അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ആര്യന്തൊടിക ബൂത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട റിയാസ്. CUC പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീധരേട്ടൻ. ആര്യന്തൊടിക വാർഡ് മെമ്പർ സുജാത സുന്ദരൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മോട് വിട്ടുപോയ ഊർങ്ങാട്ടി, നമ്മൾ മറന്നുപോയതാണ്, ഊർങ്ങാട്ടി മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയ കോയം സാഖാൻ അനുസ്മരിച്ചുകൊണ്ട് ഒരു മിനിറ്റ് എല്ലാവരും എണീറ്റ് നിൽക്കണമെന്ന് അവർ സ്നേഹപൂർവ്വം. വ്യക്തികൾ, ഏറനാട് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി, പുതിയ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ വേദിയിൽ എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ, അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിമാർ, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ എടവണ്ണ അരീക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ഇവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള സനൂപ് മുണ്ടേങ്കര, അധ്യക്ഷം വഹിച്ചിട്ടുള്ള മുഹമ്മദ് ഷിമിൽ, അതുപോലെ തന്നെ ഈ ഒരു വേദിയിൽ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ള VS ജോയ് DCC പ്രസിഡന്റ്, മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള ശ്രീ ആര്യാടം ഷൗക്കത്ത്, ആശംസകൾ അർപ്പിക്കാൻ ഈ വേദിയിൽ എത്തിയിട്ടുള്ള ഹാരിസ് മുദൂർ, അജീഷ് അദാലത്ത്, ഷാജി പാച്ചേരി, MP മുഹമ്മദ് അവറുകൾ, EK കരീം അവറുകൾ, അതുപോലെ തന്നെ AW അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് അബ്ദുള്ള കുട്ടി, ഉമ്മർ അലി, സഫീർ ജാൻ, ഷിബില്ലാൽ, അനീഷ് കരുളായി, അതുപോലെ തന്നെ V ഹൈദ്രു, വേദിയിലുള്ള മുഴുവൻ നമ്മുടെ ഏറനാട് നിയോജക മണ്ഡലം പ്രവർത്തകരെ, ഈ ഒരു പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ നേതാക്കന്മാർക്കും മാധ്യമ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ 7 പഞ്ചായത്തുകളിൽ നിന്നും എത്തിയിട്ടുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും INTUC-വിൻ്റെയും അതുപോലെ തന്നെ പ്രവാസി കോൺഗ്രസിൻ്റെ, മഹിളാ കോൺഗ്രസിൻ്റെ, KSUവിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ സമ്മതപ്രകാരം ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.